ഏക ദൈവത്തിൻ്റെ നാമത്തിന്, യേശു എന്ന ഏക ദൈവത്തിൻ്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഒരേപോലെ സന്തോഷിക്കാൻ, ദൈവത്തിൽ സന്തോഷിക്കാനുള്ള ഒരു വസ്തുത എന്തായിരിക്കും? സമ്പത്തിലും ദാരിദ്ര്യത്തിലും എങ്ങനെയാണ് നമ്മൾക്ക് ഒരുപോലെ സന്തോഷിക്കാൻ കഴിയുന്നത്? സമ്പത്തിൽ സന്തോഷിക്കാൻ കഴിയുമായിരിക്കും, പക്ഷെ ദാരിദ്ര്യത്തിൽ സങ്കടം അനുഭവിക്കുമ്പോൾ ദൈവത്തിൽ സന്തോഷിക്കാൻ വളരെയധികം ഈസിയാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ. ദാരിദ്ര്യം എന്നത് ഞാൻ പറയുന്നത് സമ്പത്ത് ഇല്ലാതെയുള്ള അവസ്ഥ എന്ന ദാരിദ്ര്യമല്ല. സാധാരണയായിട്ട് പണമില്ലാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പലതരത്തിലുള്ള ദാരിദ്ര്യങ്ങളും ജീവിതത്തിൽ അനുഭവിക്കാറുണ്ട്. എല്ലാം ഉണ്ട് എങ്കിലും സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഇല്ലാതെ വരുമ്പോൾ അതും ഒരു ദാരിദ്ര്യമാണ്. രോഗം എന്ന അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവർക്ക് സൗഖ്യമെന്ന ഇല്ലായ്മ അതും ദാരിദ്ര്യമാണ്. സ്നേഹിക്കാനോ കരുതുവാനോ ആരുമില്ലാത്തവർ, അതും ഒരു ദാരിദ്ര്യം തന്നെയാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ദാരിദ്ര്യങ്ങൾ വളരെയധികം അലട്ടാറുണ്ട് നമ്മളെ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പലരും ഇല്ലായ്മ എന്ന മനോഭാവമാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് തോന്നുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ ഒരു ഇല്ലായ്മ എന്ന മനോഭാവത്തോടു കൂടി ജീവിച്ച് അതുകൊണ്ട് തന്നെ മരിക്കുന്നവരുമുണ്ട്. എന്നാൽ സങ്കടങ്ങളിൽ കൂടിയാണ് നിങ്ങളുടെ ജീവിതം പോകുന്നതെങ്കിൽ, ഒരുപക്ഷെ സങ്കടം മാത്രമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എങ്കിലും അവിടെയും ദൈവത്തിൽ സന്തോഷിക്കാനുള്ളൊരു വസ്തുതയുണ്ട്. ഇനി ഈ പറഞ്ഞ ദാരിദ്ര്യങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ ഏറ്റവും ഒന്നുകൂടെ അങ്ങ് സങ്കടപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് ദൈവത്തെ അറിയാത്തവർ, ദൈവമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവർ അവരവരുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് മേൽ ഉയർച്ച, സന്തോഷത്തിന് മേൽ സന്തോഷം, സൗഖ്യത്തിന് മേൽ സൗഖ്യവുമായിട്ട് ജീവിക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നത് നാച്ചുറലി അസ്വസ്ഥമാക്കാൻ ഇടയുള്ള ഒരു വസ്തുതയാണ്. അതും കൂടെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം വരും. ഞാൻ എൻ്റെ ജീവിതം ദൈവമായിട്ടുള്ള ഒരു നല്ല ബന്ധത്തിൽ നടത്തിയിട്ടും അവസാനം എനിക്ക് രോഗം വന്ന് ഭവിച്ചല്ലോ, അവസാനം എനിക്ക് കഷ്ടതയാണല്ലോ ജീവിതത്തിൽ വന്നത് എന്നുള്ളത് സങ്കടപ്പെടുത്താൻ ഇടയുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ജീവിതത്തിൽ വളരെയധികം ഏത് ഇല്ലായ്മയുടെ അവസ്ഥയിലും സന്തോഷിക്കാൻ ഉതകുന്നത്? 37-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുക. ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. ദുഷ്പ്രവർത്തിക്കാരോടും നീതികേട് പ്രവർത്തിക്കുന്നവരോടും അവരുടെ ഉന്നതി കണ്ട് നിങ്ങൾ അസൂയപ്പെടരുത്, നിങ്ങൾ വിഷമിക്കരുത്. കാരണം അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു എന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇവരാരും, ദുഷ്പ്രവർത്തിക്കാരും നീതികേട് പ്രവർത്തിക്കുന്നവരും പുല്ലുപോലെ വാടിപ്പോകുന്നതും പച്ചച്ചെടി പോലെ നശിച്ചു പോകുന്നതും ഒന്നും കാണാറില്ല. ഒരുപാട് പേര് ഉണ്ട് ദൈവമായിട്ട് ഒരു ബന്ധം കാണത്തില്ല, അവരുടെ ജീവിതത്തിൽ എന്നും സന്തോഷമായിരിക്കും, ഒരുപാട് ധനവും സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ടായിരിക്കും അവർ ജീവിച്ച് മരിക്കുക. എവിടെയാണ് ഈ ഒരു വാട്ടം അവർ കാണുന്നത്? ഇവിടെയാണ് ദൈവത്തിൽ സന്തോഷിക്കാൻ നമ്മൾക്ക് ഉതകുന്ന ഒരു വസ്തുത ഒളിഞ്ഞു കിടക്കുന്നത്. ഏറിയാൽ 70 അല്ലെങ്കിൽ 80 ഇത് മാത്രമാണ് ദുഃഖത്തിലും സങ്കടത്തിലും അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലും ധനത്തിലുമൊക്കെ ജീവിച്ച് മരിക്കുന്നവർക്ക് വേണ്ടിയുള്ള സമയം. ഇത് കഴിഞ്ഞാൽ എല്ലാവരും ചെന്ന് ചേരേണ്ടത് വെറും 6 അടി മണ്ണിലേക്കാണ്. ഈ ഒരു 6 അടി മണ്ണിലേക്ക് ചെന്ന് നമ്മുടെ ദേഹവും ദേഹിയും ഒക്കെ അവിടെ അഴുകി ഇതെല്ലാം നമ്മളെ ഫെയിൽ ചെയ്യിപ്പിക്കും. പക്ഷെ ആ ഒരു മരണം എന്ന അവസ്ഥയിൽ നിന്ന് പിന്നീട് നമ്മൾക്ക് ജീവിതം നൽകാൻ ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന ഒരു സന്തോഷത്തിനും സമാധാനത്തിനും സൗഖ്യത്തിനും ധനത്തിനും ഒന്നും നമ്മളെ സഹായിക്കാൻ കഴിയത്തില്ല. ഇവിടെയാണ് നമ്മൾക്ക് ദാരിദ്ര്യത്തിലും ധനത്തിലും ഒരുപോലെ ദൈവത്തിൽ സന്തോഷിക്കാനുള്ള ഒരു വസ്തുത എന്നുള്ളത്. നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കുക. യഥാർത്ഥത്തിൽ നിങ്ങൾ ദരിദ്രർ ആണോ? എന്നെ കേൾക്കുന്ന നിങ്ങൾ, വചനം കേൾക്കാൻ വന്നവർ, വചനത്തിൽ താല്പര്യം കാണിക്കുന്നവർ, ദൈവത്തിൽ താല്പര്യം ഉള്ളവർ, ദൈവവുമായിട്ട് ഉള്ള ബന്ധം പുലർത്തുന്നവർ എത്രമാത്രം ധനവാന്മാരാണ്, എത്രമാത്രം സമ്പാദ്യമാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. യഥാർത്ഥ സമ്പാദ്യം അപ്പോൾ എന്താണ്? യഥാർത്ഥ സമ്പാദ്യം എങ്ങനെയുള്ളതാകണം എന്നുള്ളത് യേശുവിൻ്റെ വാക്കുകളിൽ കൂടി മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ കൂടി പറഞ്ഞു മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്നു.
മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ മൊഴികൾ, ആ ഒരു സമ്പാദ്യത്തെക്കുറിച്ച് യേശു പറഞ്ഞിരിക്കുന്നത് പുഴുവരിക്കാത്ത, തുരുമ്പെടുക്കാത്ത, അഴിയാത്ത, കള്ളന്മാർ മോഷ്ടിക്കുകയും തുരന്നുകൊണ്ട് പോവുകയും പറ്റാത്ത സ്വർഗത്തിലെ നിക്ഷേപങ്ങളായിരിക്കട്ടെ നിങ്ങളുടെ സമ്പാദ്യം എന്നുള്ളതാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ എത്ര പേർക്ക് ദാരിദ്ര്യമുണ്ട് എങ്കിലും യേശുവിനെ സമ്പാദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ? ആ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സമ്പാദിച്ചിട്ടുണ്ട് എങ്കിൽ, അവിടെയാണ് നിങ്ങളുടെ നോട്ടമെങ്കിൽ, അവിടെയാണ് നിങ്ങളുടെ ഫോക്കസ് എങ്കിൽ, ദാരിദ്ര്യത്തിലും ധനത്തിലും ഒരുപോലെ സന്തോഷിക്കാൻ നിങ്ങൾക്ക് കഴിയും. കാരണം ഈ ലോകത്തിലെ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും ഒക്കെ ഇറ്റ്സ് വെരി ഫ്ലീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെയധികം നൈമിഷികമായ സന്തോഷങ്ങളാണ്, നൈമിഷികമായ കാര്യങ്ങളാണ് ഇതൊക്കെ. ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു ടൈം ലൈൻ. അപ്പോൾ ഇനിയും പിന്നെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് സങ്കടമൊക്കെ വരുമ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ പിന്നെയും വരും, എന്നാലും എനിക്ക് ഇങ്ങനെ വന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരോട് പിന്നെയും ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിത്യത എന്നുള്ളത് കണ്ണുകൊണ്ട് ആരും കണ്ടിട്ടില്ലാത്ത, ചെവി കൊണ്ട് ആരും കേട്ടിട്ടില്ലാത്ത, ഹൃദയം കൊണ്ട് ആരും നനച്ചിട്ട് പോലും ഇല്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ദൈവം തന്നിലേക്ക് വിശ്വസിച്ച് താനുമായിട്ട് ജീവിച്ച് മരിച്ചവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ വലിയ നന്മകൾ നിങ്ങൾ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ നിത്യതയിൽ നേടും എന്നതിനെക്കുറിച്ച് സന്തോഷിക്കുക. ഈ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം തന്നെയാണ്. നമ്മളുടെ ഇല്ലായ്മകളുടെ നടുവിൽ നമ്മൾ ഓരോ ദിവസവും ജീവിച്ച് തീർക്കുന്നത്, മരണത്തിലേക്ക് അടുക്കുന്നത്, ദൈവവുമായിട്ട് ചേരാനാണ്, ഞാൻ നിത്യതയിലേക്ക് പോകാനാണ് എന്നുള്ള സന്തോഷം. ആ ഒരു സന്തോഷത്തോടു കൂടി ജീവിതത്തിൽ വളരെയധികം ദുഃഖവും ദാരിദ്ര്യവും ഒക്കെ നിങ്ങൾ അനുഭവിക്കുമ്പോഴും ഞാൻ പറഞ്ഞു തരികയാണ്, ഈ ഒരു വസ്തുത നിങ്ങൾക്ക് വലിയ സന്തോഷം നേടിത്തരും. കാരണം ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്, അഴിയാത്ത നിക്ഷേപമാണ് എൻ്റെ ഹൃദയത്തിൽ സമ്പാദിച്ചിട്ടുള്ളത്, അഴിയാത്ത നിത്യതയാണ് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വെച്ചിട്ടുള്ളത് എന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കട്ടെ. സങ്കടത്തിലും സന്തോഷത്തിലും ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും ധനത്തിലും ഒരുപോലെ ദൈവത്തിൽ നിങ്ങൾ സന്തോഷിക്കുക. മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ ദൈവത്തെ നേടി എന്നത്, നിങ്ങളുടെ ഹൃദയത്തിൽ യേശു എന്ന നിക്ഷേപത്തെ നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുതയിൽ നിങ്ങൾ വിശ്വസിച്ച് സന്തോഷിക്കുക. ഈ ഒരു സമ്പത്തിൽ മുറുകെ പിടിക്കുവാൻ ശ്രദ്ധിക്കുക. ഈ ഒരു സന്തോഷമായിരിക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളിൽ നിന്ന് നമ്മൾക്ക് മുക്തി നൽകുന്നൊരു വസ്തുത. ഒരുപാട് സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും അകറ്റാൻ ഇതിന് കഴിയും. എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ടല്ലോ വലിയൊരു സമ്പത്ത് എന്നുള്ള വസ്തുത. ഇന്നൊരു പക്ഷേ നിങ്ങൾ രോഗശയ്യയിലായിരിക്കും, സൗഖ്യം എന്ന ദാരിദ്ര്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് യേശുക്രിസ്തു എന്ന അഴിയാത്ത നിക്ഷേപമാണ് എങ്കിൽ ഞാൻ ഭയപ്പെടുന്നില്ല, ഞാൻ സങ്കടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സന്തോഷിക്കുക. ഏത് തരത്തിലുള്ള ദാരിദ്ര്യമായിരിക്കട്ടെ നിങ്ങളെ അലട്ടുന്നത്, ഈ ഒരു സമ്പാദ്യം എൻ്റെ ഹൃദയത്തിലുണ്ട് എന്നതിനാൽ അതിൽ മുറുകെ പിടിക്കുക. വെറും ഏറിയാൽ 70-80 വർഷങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു പോകും. നിത്യത വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. അപ്പോൾ ഈ ഒരു സമ്പത്തിൽ സന്തോഷിക്കുക. ഈ ഒരു സത്യങ്ങളൊക്കെ മനസ്സിലാക്കി അയവിറക്കിക്കൊണ്ട് ഓരോ ദിവസവും യേശുക്രിസ്തു എന്ന സമ്പാദ്യം നിക്ഷേപിക്കുവാൻ ശ്രമിക്കുക. സോ കം fall in love with Jesus and fall in love with the word of God.